പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സീപ്ലെയിൻ ഓപ്പറേറ്ററെ ഇപ്പോൾ NIA കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് അപ്പോൾ സംഭവിച്ചത്? മാത്രമല്ല ഋഷി ഭട്ടിനെ, സഞ്ചാരിയായ ഋഷി ഭട്ടിനെ സീപ്ലെയിൻ വഴി അയക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് എന്തിന് എന്ന ചോദ്യം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. ഇപ്പോൾ മുസമ്മിലിൻ്റെ അച്ഛൻ അബ്ദുൽ അസീസ് കുമാർ റിപ്പോർട്ടർ टीवी-ക്കൊപ്പം ചേരുന്നു. हम पढ़ता है अल्लाह अकबर पढ़ता है, किसी दिन में हम गिर जाएगा यहाँ पर अल्लाह अकबर पढ़ता है। हम मुसलमान हैं, हर टाइम हम अल्लाह अकबर पढ़ता है। काम जब करेगा खाना खाएगा अल्लाह अकबर। नहीं कोई मुश्किल नहीं, हमारा दीन तो वही है। जब किसी जगह में हम काम भी करता है अल्लाह अकबर पहले पढ़ता है। अगर कोई तूफान भी आएगा ऊपर से अल्लाह के तरफ हम अल्लाह अकबर पढ़ता है, क्योंकि हम अगर मर जाएगा मुसलमान मर जाएगा। हम बोलता है हम लिख के देगा आपको, अगर उसको कोई गलती है लिख के देगा। किसी के जगह में भी बोलो हम लिख के देगा। कोई गलती अगर होएगा, कोई गलती होगा हम लिख के देगा आपको। क्या लिखते है इंसान था अंग्रेजी उर्दू किसी इन रोजगार से 9 क्लास में पढ़ता है उसने, फिर छोड़ा है, फिर करा पहले मजदूरी। सबका अच्छा है। हाँ, यहाँ पर यह सब मजदूरी करता है। उसलिए यहाँ पर एक लड़का था जो उसने ठेका किया है वहाँ पर बाईसरन में। वो लेबर है, वो 10,000 लेता है महीने का। ഒരു മാസം 10,000 രൂപയാണ് കിട്ടുന്നത് വരുമാനമായി. സ്വന്തമായിട്ടുള്ള സീപ്ലെയിൻ അല്ല, ഇവിടെ സമീപത്തുള്ള ഒരാളുടെ സംവിധാനം, അത് അവിടെ ജോലിക്കാരനായി ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് പതിവാണ്. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ വേറൊരു ഭീകരവാദത്തിൻ്റെ ഒരു അംശവുമില്ല എന്നാണ് മുസമ്മിലിൻ്റെ പിതാവ് റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചിരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട്, ഇൻ റിപ്പോർട്ടർ കശ്മീർ.